അച്ഛൻ്റെയും ജ്യേഷ്ഠൻ്റെയും പാത പിന്തുടർന്നാണ് മാധവ് സുരേഷും സിനിമയിലേക്ക് എത്തിയത്. പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് അഭിനയിച്ചു തുടങ്ങിയത്. ഇതിനോടകം 2 സിനിമകളിൽ അഭിനയിച്ചു. ഒന്നിൽ നായകനും മറ്റൊന്നിൽ സപ്പോർട്ടിംഗ് റോളുമാണ് ചെയ്തത്. എന്നാൽ പ്രതീക്ഷിച്ചതുപോലുള്ള അഭിപ്രായമല്ല പ്രേക്ഷകരിൽ നിന്ന് മാധവന് ലഭിച്ചത്. പലരും താരപുത്രൻ്റെ അഭിനയത്തിൽ അസംതൃപ്തരായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രോളുകളും പരിഹാസങ്ങളും വിമർശനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നു. എല്ലാത്തിനെയും പ്രാക്ടിക്കലായി ഉൾക്കൊണ്ടതുകൊണ്ട് പുതിയ സിനിമയിലെ പ്രൊമോഷൻ തിരക്കിലാണ് മാധവ് ഇപ്പോൾ. അംഗം അട്ടഹാസമാണ് മാധവന്റെ റിലീസിനൊരുങ്ങുന്ന ഏറ്റവും പുതിയ സിനിമ. തിരുവനന്തപുരത്താണ് അംഗം അട്ടഹാസം സിനിമ മുഴുവൻ ചിത്രീകരിച്ചത്. 75ഓളം ലൊക്കേഷനുകൾ ഉണ്ടായിരുന്നു. ത്രില്ലർ സിനിമയാണ്. ഞാൻ മുമ്പ് ചെയ്ത JSK ആണെങ്കിലും കുമ്മാട്ടിക്കളി ആണെങ്കിലും റിലീസിന് മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. ഡബ് കട്ട് ചെയ്ത് മാത്രമാണ് കണ്ടത്. കരിയറിൽ ആദ്യമായിട്ടാണ് മുഴുവൻ ഡബ് ചെയ്ത ശേഷം ഞാൻ ചെയ്ത സിനിമ പ്രിവ്യൂ ഷോ പോലെ സംവിധായകനൊപ്പം ഇരുന്ന് കാണുന്നത്. സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹത്തിൻ്റെ കാലിബർ തെളിയിച്ചിട്ടുണ്ടെന്നാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. മിഡ് ബഡ്ജറ്റിൽ നിന്ന് വിളിക്കാവുന്ന റിസോഴ്സ് എങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സിനിമ എൻ്റെ ബാഹുബലിയായി ഈ സിനിമ മാറുമായിരുന്നു. അതുപോലെ സിനിമ ചെയ്യാൻ കഴിവുള്ള സംവിധായകനാണ് അംഗം അട്ടഹാസത്തിൻ്റെത്. അടുത്തിടെ രാജമൗലി അതിനു മുകളിൽ ഒരു സംവിധായകനായി അദ്ദേഹം മാറട്ടെ എന്നാണ് മറുനാടൻ മലയാളിക്ക് നൽകിയ അഭിമുഖത്തിൽ തൻ്റെ പുതിയ സിനിമയെക്കുറിച്ച് സംസാരിക്കവേ മാധവ് പറഞ്ഞത്. മാധ്യമങ്ങളിൽ സെലിബ്രിറ്റീസിൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച് എഴുതിവിടുന്ന ഗോസിപ്പുകളോട് അതൃപ്തിയും അഭിമുഖത്തിൽ മാധവ് പങ്കുവച്ചു. താരത്തിൻ്റെ പേരിൽ ഇക്കാലങ്ങളിൽ നിരവധി ഗോസിപ്പുകൾ പ്രചരിച്ചിട്ടുണ്ട്. ചിലർക്ക് സോഷ്യൽ മീഡിയ വഴി ഉടനടി മാധവ് മറുപടി നൽകിയിട്ടുണ്ട്. മാധ്യമങ്ങളിൽ വരുന്ന ഓരോ കാര്യവും വായിക്കുമ്പോഴും ആദ്യം ഞാൻ ചിന്തിക്കും, ഞാൻ തന്നെയാണോ ഇത് ചെയ്തതെന്നും ഞാൻ ചെയ്തിട്ടുണ്ടോ എന്നും. നമ്മളെക്കുറിച്ച് വരുന്ന വാർത്തകൾ വായിച്ച് തന്നെ അറിയാൻ കഴിയും അതിൽ എത്രത്തോളം സത്യമുണ്ടോ ഇല്ലയെന്ന്. നിർഭാഗ്യമെന്ന് പറയട്ടെ, എന്നെപ്പറ്റി വരുന്ന കൂടുതൽ വാർത്തകൾ 1% പോലും സത്യമില്ല. ഒരു ഉദാഹരണം എടുത്തു പറയുകയാണെങ്കിൽ, എൻ്റെയും എൻ്റെ സുഹൃത്തായ മീനാക്ഷിയുടെയും ചേർന്ന് വന്ന വാർത്തകൾ. ദിലീപങ്കിളിൻ്റെ മകളാണ് മീനാക്ഷി. എത്ര തവണയാണ് മാധ്യമങ്ങൾ ഞങ്ങളുടെ കല്യാണം നടത്തിയത്? ഞങ്ങൾ സുഹൃത്തുക്കൾ മാത്രമാണ്. അതിനു മുകളിൽ മറ്റൊന്നുമില്ല. പക്ഷേ നാട്ടുകാരിലേക്ക് മാധ്യമങ്ങളിലൂടെ എത്തുന്നത് ഇത്തരം കാര്യങ്ങളാണ്. അവൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ മാത്രമാണ്. എൻ്റെ സൗഹൃദങ്ങൾ വലിയ വില നൽകുന്ന ആളാണ് ഞാൻ. ഇത് മാത്രമല്ല, പലരോടും ചേർത്ത് ഇത്തരം വാർത്തകൾ വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടുകാർ ആദ്യം സമാധാനത്തിൽ ഇരുന്ന് തീരുമാനിച്ചോട്ടെ, അല്ലെങ്കിൽ സമാധാനത്തിൽ ഇരുന്ന് ഒരു തീരുമാനം എടുക്കാനുള്ള അവകാശം എനിക്ക് പോലും കിട്ടിയിട്ടില്ല എന്നാണ് മാധവ് പറഞ്ഞത്. സുരേഷ് ഗോപിയും കുടുംബവും ദിലീപിന് ഏറെ പ്രിയപ്പെട്ടവരാണ്. സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ വിവാഹിതയായപ്പോൾ എല്ലാ ചടങ്ങുകളിലും സജീവമായി ദിലീപും മീനാക്ഷിയും കാവ്യയും എല്ലാം പങ്കെടുത്തു. അതിനു മുമ്പും ദിലീപിനും മീനാക്ഷിക്കൊപ്പം നിൽക്കുന്ന മാധവൻ്റെ ഫോട്ടോകൾ പ്രചരിച്ചിരുന്നു. അതോടെയാണ് മീനാക്ഷിക്കും മാധവനും ചേർന്ന റിലേഷൻഷിപ്പ് ഗോസിപ്പുകൾ പ്രചരിച്ചു തുടങ്ങിയത്.